കണ്ണൂർ മലപ്പട്ടത്തെ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 75 പേർക്കെതിരെ കേസ്. 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPM പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നയിച്ച പദയാത്രയിലെ സംഘർഷത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പദയാത്ര നടത്തിയത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒപ്പം KS സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അവിടെ കല്ലേറും മറ്റ് സംഘർഷങ്ങളും ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരമൊരു സംഘർഷം കണ്ണൂർ മലപ്പട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം CPM പ്രവർത്തകർ തകർത്തിരുന്നു. അവിടെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പദയാത്ര നടത്തിയിരുന്നു. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിനിടെ ആ പദയാത്ര മലപ്പട്ടം നഗരത്തിലെത്തിയ ഉടനെ തന്നെ CPM പ്രവർത്തകർ കുത്തിവലിച്ചെറിയുകയായിരുന്നു ഈ ഒരു പദയാത്രയിലേക്ക്. തുടർന്ന് CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനിടയിൽ ഈ പ്രവർത്തകരെ പോലീസും അതുപോലെ തന്നെ നേതാക്കന്മാരും ഇടപെട്ട് ശാന്തരാക്കിയെങ്കിലും ഈ പരിപാടി കഴിഞ്ഞ ഉടനെ വീണ്ടും വലിയൊരു സംഘർഷത്തിലേക്ക് അത് എത്തിപ്പെടുകയായിരുന്നു. CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ചു. നഗരത്തിൽ ഏറെ നേരം ഒരു ഭീതി പടർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഇതിനാണിപ്പോൾ 75 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPM പ്രവർത്തകർക്കും എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ദേവിക. ശരി മിഥുൻ, അവിടെ ഈ സംഘർഷത്തിനെല്ലാം ശേഷം അർദ്ധരാത്രിയും വീണ്ടും പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപം തകർക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും ദേവിക, കാരണം ഈ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഈ ഒരു ഗാന്ധി സ്തൂപം തകർത്തതിന് തൊട്ട് പിന്നാലെ ഇന്നലെ അത് പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ചില നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ അവിടെ നടത്തുകയും ചെയ്തു. ഇന്നലെ രാത്രിയോടുകൊണ്ടായി ഈ സംഘർഷത്തിന് തൊട്ട് പിന്നാലെ ഏതാണ്ട് 11 മണിയോടുകൂടി ഈ ഗാന്ധി സ്തൂപം വീണ്ടും തകർക്കുന്നൊരു സാഹചര്യമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കല്ലടക്കം തകർത്തുകൊണ്ടാണ് ആ ഗാന്ധി സ്തൂപം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ദേവിക. ശരി.